നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവായ പിന്നോട്ടടി ആഗ്രഹിക്കുന്നവരാണ് സാമ്പത്തിക രംഗത്ത് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയത്. പക്ഷെ എല്ലാ മേഖലയിലും നമ്മൾ മുന്നോട്ട് പോയിരിക്കുകയാണ്. നമ്മുടെ പദ്ധതി നിർവഹണം കൃത്യമായി നടക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതി നിർവഹണം നോക്കിയാൽ സംസ്ഥാന പദ്ധതി 96% ചെലവിട്ടത്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയ പദ്ധതി വിഹിതം ചെലവഴിച്ചത് 100 അല്ല 110%. ഇതാണ് കേരളം. എങ്ങനെയാണ് ഇതെല്ലാം നമുക്ക് കഴിയുന്നത്? നല്ല രീതിയിൽ തനത് വരുമാനം വർദ്ധിച്ചിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ആഭ്യന്തര ഉൽപാദനം നല്ലതുപോലെ വർദ്ധിച്ചിരിക്കുന്നു. റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് തന്നെ നല്ല വർധനവാണ്. റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ നാം ഒരു മേഖലയിലും പുറകോട്ടല്ല, എല്ലാ മേഖലയിലും മുന്നോട്ട് കുതിക്കുന്നു. നടക്കില്ല, കേരളത്തിൽ ഇത് നടക്കില്ല എന്ന് കരുതിയിരുന്ന പദ്ധതികളുണ്ടല്ലോ, അതെല്ലാം ഇപ്പോ യാഥാർത്ഥ്യമായില്ലേ? ഞാനതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നാഷണൽ ഹൈവേയുടെ കാര്യം, നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈനിന്റെ കാര്യം, എടമൺ കൊച്ചി പവർ ഹൈവേയുടെ കാര്യം എല്ലാം യാഥാർത്ഥ്യമായില്ലേ? 2016 അവസ്ഥയാണെങ്കിൽ ഇതൊന്നും കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് കണക്കൂട്ടുന്ന നിലയായിരുന്നില്ലേ? മാറ്റം വന്നില്ലേ? നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തിക വിഷമമുണ്ട് എന്നുള്ളതൊരു ഭാഗത്ത് ശരിയാണ്. പക്ഷെ അതേ ഘട്ടത്തിൽ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോ സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് പ്രയാസം? നമ്മുടെ തനത് വരുമാനം വർദ്ധിക്കുമ്പോൾ അതിന്റെ കൂടെ ചേരേണ്ട വിഭവങ്ങൾ ചേരുന്നില്ല. അതിന് കേന്ദ്ര ഗവൺമെന്റ് പ്രയാസം സൃഷ്ടിക്കുന്നു. അപ്പോൾ മൊത്തമായി വരേണ്ട വരുമാനത്തിൽ കുറവ് സംഭവിക്കുന്നു. അതുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോ ജീവനക്കാരുടെ DA പ്രശ്നം, 2 ഗഡു കൃത്യമായി നൽകാൻ പറ്റിയല്ലോ. മറ്റ് ഗഡുക്കൾ കൊടുക്കില്ല എന്നല്ലല്ലോ സർക്കാരിന്റെ സമീപനം. കൃത്യമായി കൊടുക്കുമെന്ന് തന്നെയാണല്ലോ. നിശ്ചിത സമയത്ത് തന്നെ കൊടുക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ജീവനക്കാരുടെ കാര്യത്തിൽ എല്ലാ കാലത്തും കൃത്യമായ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് LDF സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു ഘട്ടത്തിലും ജീവനക്കാരെ ശത്രുനിരയിൽ കണ്ടുകൊണ്ടല്ല. എന്നാൽ ശത്രുനിരയിൽ ജീവനക്കാരെ കണ്ട കാലം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ കെട്ടകാലത്തിന്റെ ഉത്തരവാദി LDF സർക്കാരോ അല്ലല്ലോ. അങ്ങനൊരു കാലം നമുക്കുണ്ടായിരുന്നല്ലോ. ഒരു കാലത്തും അത്തരമൊരു സമീപനം LDFന്റെ ഭാഗത്തുണ്ടാകില്ല. ഇപ്പോ പലരും എന്താകും ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഒരു അങ്കലാപ്പും അതിൽ വേണ്ടതില്ല. LDF ആണെങ്കിൽ അതിന്റെ കാര്യവും കൃത്യമായ സമയത്ത് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. അത് ആ നിലക്കാണ് കാണേണ്ടത്. അപ്പോ നമ്മുടെ നാടിന്റെ മുന്നോട്ട് പോക്ക് ശരിയായ രീതിയിൽ, ശരിയായ ട്രാക്കിൽ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. നാം നേരത്തെ പറഞ്ഞിരുന്നത് സർവതലസ്പർശിയായ വികസനവും സാമൂഹ്യനീതി അധിഷ്ഠിതമായ വികസനവുമാണ്. സർവതലസ്പർശി എന്ന് പറയുമ്പോൾ ഒരു പ്രദേശവും വികസനത്തിന്റെ സ്പർശം ഏൽക്കാതിരിക്കരുത്. എല്ലാ പ്രദേശവും വികസനത്തിന്റെ സ്പർശം ഉണ്ടാവണം. സാമൂഹ്യനീതി അധിഷ്ഠിതമായ വികസനം എന്ന് പറയുമ്പോൾ ഇവിടെ ജീവിക്കുന്ന എല്ലാവരും
വികസനത്തിന്റെ സ്വാദറിയണം. ഇതൊന്നും കൂടി കടത്തി നാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, നാം നവകേരളം സൃഷ്ടിക്കുന്നുവെന്ന്. എന്താണ് നവകേരളം? നമ്മുടെ ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിലെ, മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് കേരളത്തെ ഉയർത്തുകയാണ്. കേരളത്തിന്റെ ജീവിത നിലവാരം ഉയർത്തലാണ്. ഇത് ഏതോ കാലത്ത് നടപ്പാക്കേണ്ട ഒരു സങ്കല്പം എന്ന നിലക്കല്ല, വർത്തമാനകാലത്ത് നടപ്പാക്കേണ്ട യാഥാർത്ഥ്യമാണ് ഇത്. അതിന് സർക്കാർ ശ്രമിക്കുകയാണ്. ആ കാര്യത്തിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണം. പ്രത്യേകിച്ച് ജീവനക്കാർ ഇതിന്റെ എല്ലാം കൂടെ തന്നെ ഉണ്ടാവണം.